ഇടുക്കി വാഗമണ്ണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. റവന്യൂ വകുപ്പും ഏലപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലുള്ള തർക്കമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണം. സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ബസ്സുകൾ വഴിയിൽ പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുരുക്കിന് കാരണമാവുകയാണ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിന് സ്വന്തമായി ബസ് സ്റ്റാൻഡില്ല. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് വഴിയോരത്താണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങിയത്. ഇതിനായി വില്ലേജ് ഓഫീസിന് മുൻഭാഗത്ത് മണ്ണെടുപ്പ് തുടങ്ങി. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ മണ്ണെടുപ്പ് അനുവദിക്കാൻ കഴിയില്ലെന്ന് വില്ലേജ് അധികൃതർ നിലപാട് സ്വീകരിച്ചതോടെ പണികൾ മുടങ്ങി. മണ്ണെടുക്കാൻ പഞ്ചായത്ത് അനുമതി വാങ്ങിയിരുന്നില്ലെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത്. പഞ്ചായത്ത്, റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തടസ്സപ്പെട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇത് ഉടനെ ബസ് സ്റ്റാൻഡ് ആക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇവിടെ വെട്ടിമാന്തുകയൊക്കെ ചെയ്തു. ഈ വെട്ടിമാന്തിയിട്ട് ഇന്ന് ആ ബസ് സ്റ്റാൻഡിന് ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് അനധികൃതമായിട്ട് പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകാരുടെ ബസ് പാർക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ സൗകര്യക്കേടും അതുപോലെ യാത്രാ ദുരിതമാണ് ഇവിടെ. ദുരിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പുകാർക്കോ മറ്റുള്ള വണ്ടിക്കാർക്കോ ഒന്നും ഓടി പോകാൻ, ടൂറിസ്റ്റിൻ്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് തിരിയാൻ പറ്റിയ അപകടാവസ്ഥയാണ്. റവന്യൂ വകുപ്പും പഞ്ചായത്തും പരസ്പരം പഴിചാരുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം അനിശ്ചിതമായി നീളുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ അഭാവം ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.